എൻ്റെ വീട്ടിലേക്ക് പോണ യാത്രയിലാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ഓണമില്ലാത്തതുകൊണ്ട് വീട്ടിലാണ് കേട്ടോ ഉത്രാടം കഴിക്കുന്നത്. എല്ലാ പ്രാവശ്യം നമ്മളാണ് ഉത്രാടം കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാറാണ്. മാത്രമല്ല ഇപ്രാവശ്യം നേരത്തെ സ്കൂൾ അടച്ചതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് അധിക ദിവസമില്ല. അങ്ങനെ ഞാൻ ഒരുവിധം ബസ്സൊക്കെ കയറി താണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അമ്മേനെ കാണാല്ല, അമ്മ എങ്ങടാ പോയതെന്ന് അറിയില്ല. അങ്ങനെ ഇതാ നേരെ കുട്ടച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. എന്നിട്ട് അമ്മമാടല്ല കേട്ടോ, അമ്മ എങ്ങടാ പോയതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടച്ചൻ്റെ വീട്. ഞാൻ ഇവിടെ നിന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ വർഷത്തെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ലെന്ന് വാതിലൊക്കെ തോന്നിട്ടുണ്ട്, പോയോക്കട്ടെ. അവിടെ ആളും മനുഷ്യരൊക്കെ ഉണ്ട്. നന്ദു ഇത് അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണം ക്ലീനിങ്ങിലാണ് കേട്ടോ. വെറുതെ അല്ല ഒരാളെയും കാണാത്തത്. ഇവിടുത്തെ ഓണം ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ അവിടുത്തെ ഫുള്ള് കഴിച്ച് പോകുന്നപ്പോൾ അവിടെ ഇപ്പോഴേക്ക് 8 പണി കിട്ടും. അപ്പോൾ കുറച്ച് നേരം കുട്ടച്ചൻ്റെ വീട്ടിൽ നിന്നൊക്കെ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതാ നാളത്തേക്കുള്ള ഇലയൊക്കെ വെട്ടാൻ വേണ്ടി പോയത്. പിന്നെ അടുത്തുള്ള വീട്ടിലൊക്കെ നാളത്തെ ഓണം പറയാൻ കൂടി വേണ്ടി പോയതാണ് കേട്ടോ. എന്ത് അതെ എന്താ പറയാ ആടിക്കന്നെ അന്തിക്കാ ഫ്രണ്ട്സ് നമ്മുടെ ആമഞ്ഞയ്ക്കും ഇവിടെ മല്ലാഞ്ചിട്ടൊക്കെ വന്നിട്ടോ. കല്യാണമാണോ നാളെ? ഗുഡ് ഗേൾ ഓണം. അപ്പോൾ ആനിമൊക്കെ അവിടെ നന്ദു മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനും അച്ഛമ്മയും കൂടി നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ റെഡിയാക്കാൻ കരാറായിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നേരത്തെ അരിഞ്ഞു വെച്ചത് രാവിലേക്ക് അത്രയും ഭാരം കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പുളിയഞ്ചി അച്ചാറൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും തിരുവോണം കേട്ടോ എൻ്റെ വീട്ടിൽ കഴിക്കാറ്. ഇപ്രാവശ്യം ഉത്രാടം എൻ്റെ വീട്ടിൽ തിരുവോണം കുട്ടച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മേമത പുളിയഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളത്തേക്കുള്ള മസാലക്കറിക്കും സാമ്പാർക്കുള്ള നാളികേരം കൂടി ഒന്ന് വാർത്തേക്കാനുണ്ട്. അതും കൂടിയും കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിക്കുള്ള നാളികേരം കൂടി ഞാൻ ഇവിടെ റെഡിയാക്കണേ. ഇനിമോൾ ഇതാ മൈലാഞ്ചിടല കഴിഞ്ഞിട്ട് പിന്നെ പേനയും കൊണ്ടും കുത്തി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തലേന്ന് ഒരുക്കുക കഴിഞ്ഞാൽ നമ്മൾ ഉത്രാടത്തിന് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അമ്മി മേമൊക്കെ നീറ്റാണ്ട് സദ്യകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പിന്നെ അടുക്കളയിൽ വലിയ റോളില്ലാത്തതുകൊണ്ട് ഞാനൊന്നും അന്ന് പൂക്കളിടാൻ പോയി. അത്തം തുടങ്ങി ഇപ്രാവശ്യം ആദ്യത്തെ പൂക്കൾ ഒരുക്കലാണ് കേട്ടോ എൻ്റെത്. അങ്ങനെ കിട്ടുന്ന പൂക്കളൊക്കെ ശേഖരിച്ച് ഞങ്ങളിത് അവിടെ പൂക്കളിടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മ വന്ന് ഇതാ ചാണകമൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇതാ പൂക്കളൊക്കെ അവിടെ തീർത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള പൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ അത്യുഗ്രൻ ഒരു പൂക്കളം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൂക്കളൊക്കെ കൊണ്ട് നേരെ കുട്ടച്ചൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ. ബാക്കിയുള്ള പൂക്കളൊക്കെ കൊണ്ട് അവിടെയും പോയി ഇട്ടുട്ടോ. നമ്മൾ അടപ്പായസമായിട്ട് ഉണ്ടാക്കുന്നത് പച്ചമ ഒരുവിധം ഇളക്കി കുഴങ്ങി ആ ടാസ്ക് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മുടെ സദ്യയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അനിയത്തിന് 2 ഫ്രണ്ട്സിനെ നമ്മൾ ഓണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിക്കലൊക്കെ എന്താ നമുക്കുള്ളതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓണപ്പരിപാടി ഇന്ന് നടത്തുന്നുണ്ട്. ഏട്ടനും ഇവിടുത്തെ ഓണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ദേവുട്ടനും അച്ഛമ്മേൻ്റെ വീട്ടിലേക്കും പോയതാണ്.